ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിന് 21 ദിവസം മുൻപാണ് നിനവേ നോമ്പ് ആരംഭിക്കുന്നത്. നിനവേ നോമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പൂർണ്ണമായും അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു ചേരുന്ന ഏവരെയും ദൈവം വിടുവിക്കും എന്നുള്ള വലിയ സന്തോഷം. ദൈവം യോനായ്ക്ക് ഒരവസരം നൽകിയതുപോലെ ഈ ലോകത്തിലുള്ള ഏവർക്കും അത്തരത്തിലുള്ള ഒരവസരം ദൈവം നൽകുന്നു. അനുതാപ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനായി ദൈവം കാത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള അനുതാപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നൽകി തന്ന നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവികമായ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായി തീരും എന്നും ഈ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വഴിമറക്കുന്ന മനുഷ്യനെയും വഴി തുറക്കുന്ന ദൈവത്തെയും കണ്ടുമുട്ടുന്ന ഒരു സുന്ദരമായ കഥയാണ് യോനായുടെ പുസ്തകം. സവിശേഷമായ ഒരു നിയോഗപൂർത്തിക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് പ്രവാചകൻ. സ്വന്തം ഇഷ്ടമോ താല്പര്യമോ ഒന്നും നോക്കാതെ ദൈവത്തിനു വേണ്ടി ദൈവിക കൽപ്പനകളെ അറിയിക്കുക എന്നതാണ് പ്രവാചകന്റെ ദൗത്യം. നിനവേ നോമ്പിന്റെ 3-ാം ദിവസമായ ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ് എന്നതാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാകുന്നു. കുറിവാക്യമായി 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം: അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒന്നാമതായി, ദൈവവചനം മാറ്റം സൃഷ്ടിക്കും. 3-ാം അധ്യായം ആരംഭിക്കുന്നത് യോനായോടുള്ള ദൈവത്തിൻ്റെ അചഞ്ചലമായ വിളിയോടെയാണ്. വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ പ്രവാചകൻ നേരിട്ട പ്രതിസന്ധികൾക്ക് ശേഷം ദൈവം യോനായോട് തൻ്റെ കൽപ്പന വീണ്ടും അറിയിക്കുന്നു. മഹാനഗരമായ നിനവയിൽ പോയി അവിടുത്തെ ദുഷ്ടതയ്ക്കെതിരെ പ്രസംഗിക്കുവാൻ നിർദ്ദേശിക്കുന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം യോന നിനവയിലെത്തുമ്പോൾ ദൈവിക സന്ദേശം അവിടെയുള്ള ജനതയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. നിനവയിലെ ജനത യോനയുടെ സന്ദേശത്തോട് അതിശയിപ്പിക്കുന്ന വേഗത്തിലും വളരെ വിനയത്തോടും കൂടി പ്രതികരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നിനവേ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. രാജാവ് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. നിനവയിലെ ജനങ്ങൾ തങ്ങളുടെ പാപത്തിന്റെ ഗൗരവം വരാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയും തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? ദൈവവചനത്തിലൂടെ. ഒരു നഗരത്തെ രൂപാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ജീവിക്കുന്ന വെളിച്ചങ്ങളായി ശോഭിക്കുവാനും ദൈവത്തിന്റെ ശക്തിയേറിയ വചനങ്ങൾക്ക് സാധ്യമായി തീർന്നു. യോനായുടെ ദൈവിക സന്ദേശത്തിന്റെ ശക്തി ആ നഗരത്തിന്റെ സമൂഹപരമായ ആത്മീയ കുലുക്കം കൂടിയായിരുന്നു. ദൈവവചനത്തിന് ജീവിതങ്ങളെ പുതുക്കുവാനുള്ള ശക്തിയുണ്ട്, ഹൃദയങ്ങളെ ഉണർത്തുവാനുള്ള ശക്തിയുണ്ട്, പാപബോധം നൽകുവാനുള്ള ശക്തിയുണ്ട്, ദിശ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. വചനം നമ്മെ ദൈവഹൃദയത്തിലേക്ക് നയിക്കുന്നു. ദൈവവചനം നിരാശയെ പ്രത്യാശയാക്കി, ഭയത്തെ വിശ്വാസമാക്കി, പാപത്തെ രൂപാന്തരപ്പെടുത്തി ഒരു നഗരത്തെ തന്നെ പുതുക്കത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമതായി, ഹൃദയപൂർവമായ മടങ്ങിവരവ് രക്ഷയുടെ വഴിയാകുന്നു. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് നിനവേ ജനതകൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിച്ചു. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ നിലപാടുകളെ നോക്കുന്നു, യഥാർത്ഥ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു. നിനവയിലെ ജനങ്ങൾ ഉപവസിച്ച് പശ്ചാത്തപിച്ച് ഹൃദയനുറുക്കത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി. അത് സമ്മർദ്ദത്താൽ വന്നതല്ല, ഭയത്താൽ വന്നതല്ല, സത്യമായ ഹൃദയ പരിവർത്തനത്താൽ സാധ്യമായതാണ്. അതിൻ പ്രകാരം ദൈവം വിധിയെ മാറ്റി ശാപത്തെ അനുഗ്രഹമാക്കി, നശിക്കപ്പെട്ടവർ പുതുക്കപ്പെട്ടവരായി, ഭീതി പ്രത്യാശയായി രൂപം കൊണ്ടു. യഥാർത്ഥ സ്ഥാനത്ത് മടങ്ങി വരുന്ന ഹൃദയം ദൈവത്തിന്റെ കൃപയെ വരവേൽക്കുന്നു. നിനവേ നഗരത്തെ രക്ഷിച്ചത് അവരുടെ വലിപ്പമോ ശേഷിയോ കൊണ്ടല്ല, മാറാൻ തയ്യാറായ അനേകം ഹൃദയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ദൈവവചനത്തിന് മുൻപിൽ നിറകണ്ണുകളോടെ വിനയമുള്ള ഹൃദയത്തോടെ പശ്ചാത്താപത്തോടെ മടങ്ങി വരുന്ന മനുഷ്യൻ ആരായാലും ദൈവം അവനെ ഉയർത്തി രക്ഷയുടെ വഴിയിലേക്ക് നയിക്കും.
ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ സത്യം എന്നത് ദൈവം മനുഷ്യരിൽ ഒരു രൂപാന്തരവും പുതുക്കപ്പെടലും ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലൂടെ മാറ്റത്തിൻ്റെ സൃഷ്ടികളായി ഹൃദയ പരിവർത്തനത്തിലൂടെ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിനവയിലെ ജനങ്ങളെപ്പോലെ രാജാവിൽ നിന്ന് സാധാരണക്കാരിലേക്ക്, പാപത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഹൃദയപൂർവമായി ദൈവത്തിലേക്ക് മടങ്ങിയപ്പോൾ കരുണയുടെ വാതിൽ തുറന്നു. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഏത് ഇരുണ്ട വഴിയിലായാലും എൻ്റെ മകനെ, എൻ്റെ മകളെ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരിക, രക്ഷയുടെ പുനരുദ്ധാരണം ഞാൻ നൽകും എന്ന ദൈവിക വാക്കുകളെ ശ്രവിപ്പാനും ദൈവവചനത്തിലൂടെയും ദൈവകരുണയിലൂടെയും ദൈവസ്നേഹത്തിലൂടെയും നമ്മെ തന്നെ പുനഃസൃഷ്ടിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തിയിലും വന്നുപോയ പാപങ്ങളെ ക്ഷമിച്ച് ഹൃദയശുദ്ധിയുള്ള നല്ല ആത്മാവിനെ വീണ്ടെടുക്കുവാനും പുതുസൃഷ്ടിയായി ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.